എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതെ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഏലത്തിൻ്റെ ശോചനീയ അവസ്ഥ കേട്ടോ. മഴയും കാറ്റും കഴിഞ്ഞുള്ള ഒരവസ്ഥ. നമ്മുടെ മുറ്റത്തിൻ്റെ തൊട്ട് മേളിൽ നിൽക്കുന്ന ഏല കേട്ടോ ഇത്. പക്ഷേ മഴയത്തും കാറ്റത്തൊക്കെ ഫുള്ള് ഒടിഞ്ഞു പോയി, പോയിട്ടോ. ഇനി ആദ്യമേ തൊട്ട് ഒന്ന് ശുശ്രൂഷിച്ച് തുടങ്ങിയാലാണ് നമുക്കിതിൽ നിന്ന് നമ്മുടെ വീട്ടിലാവശ്യത്തിന് ആവശ്യമായ ഏലക്ക ഇതിൽ നിന്ന് കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഒടിഞ്ഞു പോയതാ. വലുതായിട്ട് നിൽക്കണതാ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കുഞ്ഞിത്. അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞ് കുഞ്ഞുതരം ഇത് വന്ന് തുടങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കയറ്റിക്കൊണ്ട് വരണമെങ്കിൽ അത്യാവശ്യം വളവും കാടും പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് അത്യാവശ്യം വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താലാണ് ഇനി അതൊന്ന് കയറ്റിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. നമ്മുടെ ഇടുക്കിയിൽ ഭൂരിഭാഗവും ഏലം കൃഷിക്കാരാട്ടോ. അപ്പോൾ ഈ ഏലം ഒരു വില്ലനായ പിന്നെയാട്ടോ നമ്മുടെ ഇടുക്കിയൊക്കെ അത്യാവശ്യം വികസിക്കാൻ തുടങ്ങിയത്. ഏലത്തിന് വില കയറിയ പിന്നെയാണ് അത്യാവശ്യം ഡെവലപ്പാവാൻ നമ്മുടെ ഇടുക്കിയൊക്കെ തുടങ്ങി കേട്ടോ. ഏലവും പിന്നെ കുരുമുളക് അതുപോലെ തന്നെ ഈ ഏലം കൂട്ട് തന്നെ കൃഷി ചെയ്യണ ഒരു ഇതാണ് കുരുമുളക് അല്ലേ. അപ്പോൾ അതൊക്കെ കയറി തുടങ്ങിയ പിന്നെയാണ് നമ്മുടെ ഇടുക്കി അത്യാവശ്യം മെച്ചപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ നമുക്കിത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇതാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണതാ, ഇതിൻ്റെ ഒടിഞ്ഞ് കിടക്കണേ പഴുത്ത് കിടക്കണേ ഇതാ ഈ ഓലയൊക്കെ ഉണ്ടല്ലോ ഒന്ന് കണ്ടിച്ചെടുക്കുവാണേ. ഒക്കെ ഒടിഞ്ഞു പോയേക്കണേ. എനിക്ക് ഏലത്തെ പറ്റി ഒത്തിരി ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല കേട്ടോ. അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന രീതികളൊന്ന് പറയണം. ഇത് നമുക്ക് ഏലത്തിൻ്റെ വിളവെടുക്കണ 45 ഡേയ്സ് കൂടുമ്പോഴാണ്. ഒത്തിരി വലിയ കൃഷിക്കാരിയൊന്നും അല്ലെങ്കിലും ഉണ്ടല്ലോ, ഒരു ചോട് ചീനി ഇപ്പം നടണമെങ്കിലും അത് നട്ടുണ്ടായി കാണാറുണ്ട്. അപ്പം അതിലൊരു സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കും അതൊരു എൻകറേജ്മെൻ്റ് ആകുമല്ലോ എന്ന് കരുതിയാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാത്തവർക്കും അതൊരു പ്രോത്സാഹനമാവും. ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് തെളിക്കണം. നന്നായിട്ട് കാട് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഏലമൊക്കെ സുഗന്ധവ്യഞ്ജനത്തിൽ പറഞ്ഞാലേ ഏലം കുരുമുളക് ഇതൊക്കെ നമുക്കറിയാം. ഏലക്ക മെയിനായിട്ട് എന്തിനാണ് ഉപയോഗിക്കണേ, ഫുഡ് ഐറ്റംസിലും. നമ്മളിത് കടയിൽ കൊണ്ടുപോയി പച്ചയ്ക്ക് കൊടുക്കണവരുണ്ട്, അല്ലാണ്ട് തന്നെ ഉണക്കി കൊടുക്കണവരും ഉണ്ട്. ഇതിൻ്റെ ചോടൊക്കെ നല്ല ക്ലിയർ ആക്കിയിടണം കേട്ടോ. കരിയിലയോ ചപ്പോ അങ്ങനെയൊന്നും ചോട്ടിൽ പാടില്ല. നന്നായിട്ട് തെളിഞ്ഞ് കിടക്കണം. ചപ്പൊക്കെ ഒന്ന് പറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഈ പ്രാവശ്യം ഏലക്കായൊന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ മൂത്ത് കൊണ്ടോ നമുക്ക് നോക്കാം. ചപ്പൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുക്കണ്ട കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ വേര് കണ്ടോ, ജസ്റ്റ് ഈ വേരൊക്കെ ഒന്ന് മൂടാൻ വേണ്ടി മണ്ണ് പൊട്ടിച്ചിട്ട് കൊടുക്കും. അല്ലാണ്ട് അങ്ങനെ മണ്ണ് ബാക്കിയുള്ള ഐറ്റത്തിന് മണ്ണിടണ പോലെ ഇതിനങ്ങനെ ഇടാറില്ല കേട്ടോ. ഇതിൻ്റെ വളപ്രയോഗ രീതികളൊന്നും നമ്മൾ ബിസിനസ്സിനായിട്ടുണ്ടാക്കുമ്പോൾ വളപ്രയോഗ രീതികളൊക്കെ മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഏലം എന്ന് പറയുന്നത് നമുക്ക് 365 ദിവസവും നന്നായിട്ട് ഇതിൽ പണിയെടുക്കുവാണെങ്കിൽ നന്നായിട്ട് വിളവ് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന വളം എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി ചാണകവെള്ളം കലക്കി ഒഴിക്കും, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അല്ലാണ്ട് വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തു കൊടുക്കാറില്ല. കണ്ടോ ഇതിൻ്റെ ചോട്ടിലൊക്കെ അങ്ങനെ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് മണ്ണിടുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ വേര് കണ്ടോ മേളിലായിട്ട് നിൽക്കണം. ഉണ്ടോ ഈ വേരിങ്ങനെ മേളിലായിട്ട് വന്നേക്കണുണ്ടോ. അപ്പം നമ്മൾ അകലേന്ന് കുറച്ച് മണ്ണ് പൊട്ടിച്ച് ഇതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണേ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഒത്തിരി മണ്ണോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഏലത്തിന് അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. എനിക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തുമില്ല കേട്ടോ. ജസ്റ്റ് കണ്ടേക്കണേ അത്രേ ഉള്ളൂ. അപ്പോൾ ഏലത്തിന് അങ്ങനെ മണ്ണിട്ട് കൊടുക്കുകയൊന്നുമില്ല കേട്ടോ, കൊടുക്കാറില്ല. പക്ഷേ ഇപ്പം ഞാൻ ഇത്തിരി ഇട്ട് കൊടുക്കുവാണ്. കാരണം ഇതിൻ്റെ വേരൊക്കെ മേളിലായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അകലേന്ന് മണ്ണെടുത്ത് ഒന്ന് പതിയെ നമ്മളൊന്ന് മണ്ണൊന്ന് തെറിപ്പിച്ചിടുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ഈ ഏലത്തിൻ്റെ ചോട്ടിൽ തന്നെ മണ്ണെടുക്കുകയൊന്നുമില്ല, അതിൻ്റെ വേരൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മണ്ണെടുത്ത് കുറച്ച് കൈ കൊണ്ടാട്ടോ ഇട്ട് കൊടുക്കണേ. ഒത്തിരി കൂന കൂട്ടിക്കും ഇങ്ങനെ മറിഞ്ഞ് ഇരിക്കാൻ പാകത്തിനെ അങ്ങനെയൊന്നും ഇതിന് ഇടാറില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ വീഡിയോസ് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുമോ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കിത് കാണുമ്പോൾ വീണ്ടും ചെയ്യാനുള്ള ഒരു
എനർജി നമുക്ക് കിട്ടും കേട്ടോ ചെയ്യണേ. അപ്പോൾ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. പിന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കല്ല കേട്ടോ. ഇതിൻ്റെ ചുവട്ടിൽ നിന്നാട്ടോ ഇങ്ങനെയാണ് ഏലക്കായ ഉണ്ടാകുന്നുണ്ടോ ഉണ്ടോ. ഇതിൽ ഏലക്ക ഉണ്ടായേക്കണ കാണിച്ചു തരാനില്ല കേട്ടോ. ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും ഒക്കെ കാനി പൊട്ടി വരലതാ അങ്ങനെയാണ്. അതാണ്ട ഇവിടെയൊക്കെ പുതിയ കാനികളൊക്കെ പൊട്ടി തന്നെ കണ്ട പുതിയത് പൊട്ടി തന്നെ കണ്ട അങ്ങനെ വരും. അപ്പോൾ അതെ ഞാൻ ഏകദേശം ഇത്ര ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്തതിൻ്റെ പെർഫെക്ഷൻ ഇല്ലായ്മയൊക്കെ കാണും. എങ്കിലും നമ്മൾ അത്യാവശ്യം ഒന്ന് പുല്ലൊക്കെ പറിച്ച് ഇത് ഒരുക്കി ഒന്ന് ചോടൊക്കെ ഒന്ന് ഒരുക്കി വളം ഇട്ട് കൊടുത്താൽ നമ്മുടെ വീട്ടാവശ്യത്തിന് കിട്ടിക്കോളൂല. അതുകൊണ്ടാട്ടോ ഞാൻ ഇത്ര ഒന്ന് ചെയ്തത്. എനിക്ക് വലിയ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഏലമൊക്കെ കണ്ടു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിൽ നിന്ന് മൂത്തതുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഈ തവണ പറിച്ചിട്ടില്ല കേട്ടോ ഞാൻ. ഇത് പറിക്കാനും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ല. പക്ഷെ കയ്യിൽ മണ്ണുണ്ടേ ഉണ്ടോ. ഇതിങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കറുത്തിരിക്കണം, കറുത്ത കായ ഉണ്ടായിരിക്കണം. എന്നാലാണ് ഉണങ്ങിയ നമുക്ക് ഇത് കിട്ടുള്ളൂ, ഏലക്ക ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങ് ചുങ്ങി പോവുള്ളൂ കേട്ടോ. ഞാൻ ഏകദേശം ഏറ്റവും പഴുത്തത് മാത്രമേ ഞാൻ പറിക്കുള്ളൂ. എനിക്ക് അങ്ങനെയാണ് അറിയത്തുള്ളൂ. ഇപ്പം അങ്ങനെ ഒട്ടും ഇല്ല കണ്ടോ. ചെറിയ കുറച്ചുള്ളേ കണ്ടോ. ഉണ്ടോ ഏലക്ക ഇതുവരെ കാണാത്തവരായിട്ടുണ്ടാവില്ലായിരിക്കും. എന്നാലും താണ്ട ഇതിലങ്ങനെ ഒത്തിരി ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനി ഇത് ചോടൊക്കെ ഒരുക്കി വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടായിക്കോളുമായിരിക്കും. എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ കേട്ടോ. ഇതിനി ഞാൻ അടുപ്പം ഭാഗത്ത് കൊണ്ടുവച്ച് ഉണക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.